നമ്മുടെ ഈ കറി ഉണ്ടാക്കാനായി ആദ്യമേ തന്നെ മിക്സിയുടെ ജാറിലേക്ക് മുളകുപൊടിയും മഞ്ഞപ്പൊടിയും കുറച്ചേറെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി കുതിരാൻ വെക്കാം. ഈ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കടുകിട്ട് പൊട്ടിയതും അതിലേക്ക് നീളത്തിലരിഞ്ഞ് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് ഒന്ന് ചുമന്നതും ഉണക്കമുളകും കരിവേപ്പിലയും ചെറുതായി അരിഞ്ഞ ചുമന്നുള്ളിയും കൂടെ ചേർത്ത് നല്ല പൊന്നിറമാകുന്നിടം വരെ വതക്കി അതൊന്ന് മാറ്റിവെക്കാം. അതേ പാനിൽ അല്പം കൂടെ എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ കുതിർത്ത മസാല നന്നായി ഒന്ന് അരച്ച് ഈ എണ്ണയിലോട്ട് ചേർത്ത് എണ്ണ തെളിഞ്ഞു വരുമ്പം അല്പം ഗരം മസാലയും വതക്കി മാറ്റി വെച്ച ഉള്ളിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കാം. ഇനി അതിലേക്ക് നമുക്ക് രണ്ടാം പാല് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തിളയ്ക്കാനായിട്ട് അടച്ചു വെക്കാം. ഈ സമയം നമുക്ക് 6 മുട്ട ഉപയോഗിച്ച് ഒരു 3 ഓംലെറ്റ് ഉണ്ടാക്കാം. ഓരോ ഓംലെറ്റും ചുരുട്ടി 3ആയിട്ട് കട്ട് ചെയ്യണം. ഓരോ പീസ് വീതം എടുത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേവിയിലോട്ട് ചേർക്കാം. കറി കുറുകാനായി കുറച്ച് അരിപ്പൊടി കലക്കിയതും ഇതോടൊപ്പം നമുക്ക് ചേർക്കാം. അവസാനമായി നല്ല കട്ടി തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഒന്ന് ചൂടായതും അടുപ്പ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നല്ല രുചിയുള്ള മുട്ട പൊരിച്ച കറി റെഡിയായി. വിത്ത് ലവ്, ലക്ഷ്മി.